നമസ്തേ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ചില മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പല പ്രശ്നങ്ങളായിട്ടും ഒക്കെ നമ്മളെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ എങ്ങനെയൊക്കെ വരുത്തണം എന്നുള്ളതിന് മുന്നേ നമുക്കൊരു ലക്ഷ്യം ആദ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം. നമുക്ക് ഇറ്റേണൽ ഹാപ്പിനെസ്, ശാശ്വതമായിട്ടൊരു സന്തോഷം എന്താണെന്നുള്ളത് കണ്ടെത്തണം. അത് സ്വരൂപ ജ്ഞാനമാണ്. അല്ലെങ്കിൽ അവനവൻ്റെ സ്വരൂപം എന്താണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ആ ശാശ്വത സന്തോഷം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ പറയുന്നത് ഗീതയിൽ യോഗക്ഷേമം, അങ്ങനെയുള്ളവരുടെ യോഗക്ഷേമം ഞാൻ നോക്കും. എങ്ങനെയാണ് അതിനുള്ള മാർഗം പറയുന്നത്? അനന്യചിന്തനവും പര്യുപാസനവും. അനന്യചിന്തനം എന്ന് വെച്ചാൽ ഒരു ലക്ഷ്യം ഉറപ്പിച്ച് ഭഗവാനാണ് എല്ലാം എന്ന് മനസ്സിനെ ചിന്തിച്ച് ട്രെയിൻ ചെയ്തെടുക്കണം, പരിശീലനം ചെയ്തെടുക്കണം. മനസ്സെന്ന് പറയുന്ന കുഞ്ഞു കുട്ടികളെ പോലെയാണ്. അതിനെ നമ്മൾ ഇത്രയും കാലം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എല്ലാം വേറെ വേറെയാണ്, ഭഗവാനിൽ നിന്ന് വേറെ വേറെയാണ്, ഞാൻ വേറെയാണ്, നീ വേറെയാണ്. ഇങ്ങനെയാണ് ഭേദചിന്തയാണ് പഠിപ്പിച്ചു വെച്ചിട്ടുള്ളത്. മായ മുഴുവൻ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം അതിൽ നിന്ന് മാറി എല്ലാം ഭഗവാനാണ് എന്നുള്ള അദ്വൈത ഭാവന ചിന്തിച്ച് ഉറപ്പിക്കലാണ് അനന്യചിന്തനം. എല്ലാറ്റിലും ഭഗവാനെ കാണുക. ഇതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന രീതിയും ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയും അതാണ്. എല്ലാ കാണുന്ന ചരാചര ജീവികളൊക്കെ വീണ് വണങ്ങണം, മനസ്സുകൊണ്ട് വണങ്ങാനാണ്. ശരീരം കൊണ്ട് ഒന്നും പറ്റില്ല, നമുക്ക് എല്ലാ സമയത്തും വണങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് എല്ലാവരെയും ഭഗവാനായി കണ്ടുകൊണ്ട് വണങ്ങുക എന്ന് വെച്ചാൽ ആരോടും അപ്പോൾ നമുക്ക് ഒരു ഉള്ളിൽ പതിഞ്ഞ ഒരു ദ്വേഷം നമുക്ക് വരില്ല. ഇതിനുള്ളൊരു മാർഗ്ഗമാണിത്. അതാണ് ബേസിക്കലി അതാണ്. അപ്പോൾ ഭഗവാനെ എല്ലാറ്റിലും കാണാൻ പറ്റുക. ഇതാണ് അനന്യചിന്തനം. പര്യുപാസനം എന്നുള്ളത് സ്വധർമാചരണം, സ്വന്തം ധർമ്മം ആചരിക്കുന്നത്. വീട്ടിലായാലും പുറത്തായാലും എല്ലാം ആ സ്വന്തം ധർമ്മം ആചരിപ്പിക്കുന്നത് ഭഗവത് ആരാധനയാക്കി മാറ്റുക എന്നുള്ളതാണ് അച്യുത ആരാധനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭഗവത് സമർപ്പണമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. അപ്പോൾ ലക്ഷ്യം ഇതാണ്, ഭഗവാനെ പ്രാപിക്കലാണ് ലക്ഷ്യം. അപ്പോൾ അതിനുള്ള മാർഗമാണ് ധർമ്മം. അപ്പോൾ ഈ ധർമ്മം ആചരിക്കുന്നതെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഭഗവാൻ ചെയ്ത പ്രതിജ്ഞ ഇതാണ്, എൻ്റെ യോഗക്ഷേമം ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള പ്രതിജ്ഞ സ്മരണം ചെയ്തുകൊണ്ട്, അങ്ങനെ സ്മരിച്ചുകൊണ്ട് ഓരോരുത്തർക്കും അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. ഇതാണ് സ്വധർമാചരണം അച്യുതാരാധനമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ പര്യുപാസനം. അത് എല്ലാവർക്കും സാധിക്കട്ടെ. യോഗക്ഷേമം